മരണം മുന്നിൽ കണ്ടതിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല വിശ്വാസ് കുമാർ രമേശിന്. എല്ലാം സെക്കൻഡുകൾക്കകം കഴിഞ്ഞു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റും മൃതദേഹങ്ങൾ. വിശ്വാസിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ദുരന്തത്തിന്റെ നേർചിത്രം. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ വിശദമായി നമ്മൾ കടക്കുകയാണ്. ആദ്യം അഹമ്മദാബാദിലേക്ക് തന്നെയാണ്. അപകടം സംഭവിച്ച ഇടത്തേക്കാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് സൂചന. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളിൽ മൃതദേഹങ്ങൾക്കായുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുന്നിൽ നിന്നും ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ തിരിച്ചറിയാൻ ഇനിയുമാവാത്ത മൃതദേഹങ്ങളാണ്. ആ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരിക്കും, പരിശോധനകളായിരിക്കും ഇപ്പോഴും നടക്കുന്നുണ്ടാവുക. ആ സംഭവ സ്ഥലത്ത് നിന്ന് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ആദിൽ? ഇപ്പോഴും മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഈ കെട്ടിടത്തിനുള്ളിൽ. എനിക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. കത്തിക്കരിഞ്ഞ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ കാണാം. ഇത് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടമാണ് ഒന്ന്. ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കെട്ടിടം, അത് സൂം ചെയ്ത് കാണിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് കാണാനാകുന്നുണ്ട്. കത്തിക്കരിഞ്ഞ രൂപത്തിലുള്ള കെട്ടിടമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് തൊട്ട് ഈ ഹോസ്റ്റൽ കെട്ടിടമാണ്. ഇതിന് മുകളിലേക്കാണ് ഉയർന്നു പൊങ്ങിയ വിമാനം, ലണ്ടനിലേക്ക് പോകേണ്ട വിമാനം ഉയർന്നു പൊങ്ങുകയും പിന്നീട് പൊങ്ങാനാകാതെ താഴ്ന്ന് ഇതിന് മുകളിലേക്ക് ഇടിച്ചു കയറ്റുകയും ചെയ്തത്. ആ കെട്ടിടമാണ്. അതൊരു തീഗോളമായി മാറി എന്നുള്ളതാണ് ആ വിമാനം പിന്നീട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അതിന്റെ നേർക്കാഴ്ച, അതിന്റെ പ്രത്യാഘാതം എത്രമേൽ വലുതാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെയുള്ള മരങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ച. ഇവിടെ 2 കെട്ടിടങ്ങളാണുള്ളത്. ജെബി മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനുള്ളിലെ 2 കെട്ടിടങ്ങൾ. അതിലൊന്ന് ഹോസ്റ്റൽ കെട്ടിടമാണെങ്കിൽ രണ്ടാമത്തേത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണുള്ളത്. ഇവിടെ 2 ഭാഗത്തുമായാണ് ഈ വിമാനം വന്ന് പതിച്ചത്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എത്ര പേർ മരിച്ചുവെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. കാരണം നിരവധി വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട്. ആരൊക്കെയാണ് കിട്ടിയത് എന്നത് സംബന്ധിച്ച് തിരിച്ചറിയാനാവാത്ത സ്ഥിതി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളും ആശുപത്രി വൃത്തങ്ങളും നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മരിച്ചത് എന്നോ ആരെയൊക്കെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നോ കൃത്യമായൊരു DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കണ്ടെത്താനാകൂ. 6 ടീമുകളായി തിരിഞ്ഞ് 100-ലധികം NDRF സംഘ അംഗങ്ങളാണിപ്പോൾ അകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ. ഏതായാലും ഇന്നലെ 24 മണിക്കൂർ പൂർത്തിയാവുകയാണ്. ഇന്നലെ 1:30 കഴിയുമ്പോഴേക്ക് ഉണ്ടായ അപകടമാണ്. ഇന്നിപ്പോൾ 3 മണിയാകുന്നു. ഒരു ദിവസം കഴിയുമ്പോൾ അതിന്റെ ആഘാതം ആരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പലരും ഇവിടുന്ന് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ, ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബന്ധുക്കളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെങ്കിലും ഇനി ജീവനോടെ ഉണ്ടോ, ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉള്ളിലുണ്ടോ എന്നുള്ള ആകാംക്ഷയോടെ, ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ജനങ്ങളെയാണ് ഇവിടെ ആകെ നമ്മൾ കാണുന്നത്. ഒരു ഭീകരമായ ഒരു അപകടം ഇന്നലെ ഉച്ചയോടെ ഉണ്ടാകുന്നു. അതിന്റെ പ്രത്യാഘാതം ഇപ്പോഴും ഈ പരിസരത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഘാനി നഗറിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഇതിലിപ്പോൾ യാത്രക്കാരായവരിൽ തന്നെ തിരിച്ചറിയാനുള്ളവരുണ്ട്. ആ പ്രദേശവാസികളിൽ മരിച്ചവരെ തിരിച്ചറിയാനുണ്ട്. അപ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ നിൽക്കുന്നതായി കാണാം. അതിലിന് പിന്നിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പല ആളുകളുടെ ബന്ധുക്കളാണോ? ആ പ്രദേശവാസികൾ തന്നെ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടോ? പ്രദേശവാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഇവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. ഇവിടെ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ, വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, അവരൊക്കെ കൃത്യമായ വിവരം ലഭിക്കാനായി ഇവിടെ എത്തിച്ചേർന്നവരാണ് എന്നുള്ളത് പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പോലീസ് അകത്തേക്ക് കയറാനാകുമോ എന്ന ചോദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഹോസ്റ്റലിൽ നിന്നും വിദ്യാർത്ഥികൾ സാധനങ്ങളൊക്കെ എടുത്ത് മടങ്ങുന്ന, മെഡിക്കൽ വിദ്യാർത്ഥികൾ സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിത്തകർന്ന കെട്ടിടത്തിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് മടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അവരെ സാധനങ്ങൾ എടുക്കാൻ അനുവദിച്ചിരുന്നു. ഹോസ്റ്റൽ കെട്ടിടമാണ്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. കൃത്യമായി അവരുടെ സാധനങ്ങളും തുണികളും ഒക്കെ എടുത്ത് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇപ്പോഴും അതിനുള്ളിൽ തെരച്ചിൽ തുടരുകയാണ്. റോഷ്നി. ഓക്കെ, ആദിൽ പാലോടാണ് സംഭവ സ്ഥലത്ത് നിന്നും ഈ വിഷയം വിശദീകരിക്കുന്നത്. നമുക്ക് കാണാം. അതിനൊപ്പം തന്നെ വലിയൊരു ആൾക്കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടാതെ ഒരുപാട് വിദ്യാർത്ഥികളാണ് അവിടെ നിന്നും ചിന്നിച്ചിതറി ഓടിയത്. അപ്പോൾ അവരെല്ലാം അതിനെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നടക്കം പോലീസ് ഉദ്യോഗസ്ഥരോട് ആരായുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത്.